ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? ഇന്നും ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരത്തിന് എല്ലാവരും പറയുന്ന പോലെ ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് കുളമായിട്ടുള്ള ഒരു പലഹാരമാണ്. അതിനുശേഷം ശരിക്കും ഉള്ള ഒരു റെസിപ്പി വെച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. നമ്മൾ പറയില്ലേ, ചില സ്ഥലത്ത് ചെന്ന് ചില ആളുകളുടെ രുചികരമായ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആ ഒരു ഫീല് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ അവരുണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്തുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ചില നേരത്ത്. തോന്നാറില്ലേ? അങ്ങനെ ഒരു ടേസ്റ്റ് കിണ്ണത്തപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ ഒരു വട്ടം ഏതോ ഒരു ബേക്കറിയിൽ നിന്നും ഒരു പാക്കറ്റ് കിണ്ണത്തപ്പം വാങ്ങിക്കൊണ്ടുവന്നു. അത് വായിലിട്ടതേ ഓർമ്മയുള്ളൂ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു. വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്ന ആ ഒരു ഫീലാണ്. അതുപോലൊരു റെസിപ്പിയിൽ എനിക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കണം എന്ന് തോന്നി. കല്യാണത്തിന് ശേഷം ഞാൻ യൂട്യൂബ് എല്ലാം സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കണ്ടുപിടിച്ചു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ അരിപ്പയിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പയിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതേ റെസിപ്പിയിൽ ഒരു പാത്രം മാവുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ വേവിച്ച് വന്നപ്പോൾ ഏതാണ്ട് കുറുക്കിൻ്റെ പരിവായിരുന്നു. അത്രയും കൊളായി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ 2 വട്ടമൊക്കെ ബാറ്റർ ഇതേമാതിരി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കി, സക്സസ് ആയില്ല. അന്നാണെങ്കിൽ അമ്മ സ്കൂളിലേക്ക് പോയിരിക്കുന്ന സമയമായിരുന്നു, അമ്മ ടീച്ചറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ആ ബാറ്റർ എടുത്തിട്ട് പശുവിൻ്റെ ആ ഒരു ബക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ, ആ ഒരു ബക്കറ്റിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ ബാറ്റർ റെഡിയാക്കുന്നതൊക്കെ അമ്മ കണ്ടിരുന്നു. അപ്പോൾ അമ്മ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിരുന്നു എന്ത് ഉണ്ടാക്കിയത് ശരിയായില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആകെ കൊളായി. ഞാൻ ആ ഒരു ബാറ്റർ എടുത്തിട്ട് നേരെ പശുവിൻ്റെ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ എന്നെ ചെറുതായിട്ടൊന്ന് ചെയ്ത് പറഞ്ഞു, എന്തിനാ ബാറ്റർ കളഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ വേറെ ഒന്നും നമുക്ക് ആ ഒരു ബാറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ എന്നെ കളഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞങ്ങൾ കൂവപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, നല്ല നൈസായിരുന്നു. ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു കൈ വെച്ച് നോക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ കൈവിരലുകൾ അങ്ങനെ കാണാം. അത്രയും നൈസായിട്ട് നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അടുക്കള ഭരണം കിട്ടിയതിന് ശേഷം പരീക്ഷിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോന്ന് അടുത്തടുത്ത വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.